മഴത്തോട് മുമ്പിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്ക് സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ രാവിലെ കിച്ചണിലൊക്കെ കയറാൻ ചെല്ലുമ്പോൾ ബബിതയും കൃഷ്ണയും കൂടെ പറയുന്നുണ്ട്, ചേച്ചി കിച്ചണിലൊന്നും കയറണ്ട, ഇന്ന് ചേച്ചി ഒന്നും ചെയ്യണ്ട, ചേച്ചി ഇന്ന് പോകാനായിട്ടിരിക്കുകയല്ലേ. അപ്പം ചേച്ചി പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയല്ലേ, അപ്പം പോകാൻ വേണ്ടി റെഡിയാവുമോ, ഡ്രസ്സ് പാക്ക് ചെയ്യുമോ, എന്തെങ്കിലും കിച്ചണിലൊന്നും കയറണ്ട എന്നും പറഞ്ഞ് അലീനയെ അവിടുന്ന് പറഞ്ഞു വിടുകയാണ്. അങ്ങനെ ഭയങ്കര വിഷമത്തോടെ മുറിയിൽ ചെല്ലുന്ന അലീന ബാഗൊക്കെ പാക്ക് ചെയ്യണം. അപ്പോഴാണ് സാരിയും സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇരിക്കുന്ന കാണുന്നത്. അപ്പോൾ അതൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. അതിന് ശേഷം എല്ലാം ബാഗിൽ പാക്ക് ചെയ്യാണ്. അങ്ങനെ തുണിയൊക്കെ എടുത്ത് ബാഗിൽ വെച്ചതിന് ശേഷം ഷെൽഫിലിരുന്ന് ബ്രിജിത്തമ്മയുടെ ഫോട്ടോ എടുക്കാൻ ചെല്ലുകയാണ്. ഫോട്ടോ കാണുമ്പോഴേ ഭയങ്കര സങ്കടത്തോടെ കരയുകയാണ് അലീന. അതിന് ശേഷം ഫോട്ടോ എടുത്തിട്ട് ഞാൻ ഇവിടുന്ന് പോവുക ബ്രിജിത്തമ്മേ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയാണ്. ഭയങ്കര സങ്കടത്തോടെ കരയാണ്. എനിക്കിവിടുന്ന് പോകണമെന്ന് ഒരു ഇഷ്ടമില്ല, പക്ഷേ എൻ്റെ സാഹചര്യം, എൻ്റെ അമ്മ തന്നെ ഇവിടുന്ന് പറഞ്ഞു വിടുന്നു. അപ്പം എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, ഞാൻ പോയേ പറ്റത്തുള്ളൂ എന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് നെഞ്ചോട് ചേർത്ത് വെച്ച് കരയാണ്. അതിന് ശേഷം അലീന ബാഗ് വെച്ച് എല്ലാം പാക്ക് ചെയ്യാണ്. അപ്പോഴത്തേക്ക് ബബിതയും കൃഷ്ണയും കൂടെ എല്ലാം ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയാക്കിയതിന് ശേഷം എല്ലാവരെയും കഴിക്കാൻ വിളിക്കുന്നുണ്ട്. കഴിക്കാൻ വിളിക്കുമ്പോൾ ബാലചന്ദ്രൻ അലീനയും വിളിച്ചിരുത്തുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ആഹാരമൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പം അലീനയുടെ അടുത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇറങ്ങണം മോളെ, പെട്ടെന്ന് തന്നെ റെഡിയായിക്കോ, എന്നാലേ ഉച്ചയാകുമ്പോഴത്തേക്ക് അവിടെ എത്താൻ പറ്റത്തുള്ളൂ എന്ന് പറയാണ്. അങ്ങനെ അലീന പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ്. സാരിയൊക്കെ ഉടുത്ത് നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങുകയാണ്. കൃഷ്ണയും ബബിതയും കൂടെ ചേർന്ന് വളയും മാലയൊക്കെ ഇട്ട് സുന്ദരിയായിട്ട് ഒരുക്കുന്നു. ഒരു രാജകുമാരിയെ പോലെ ഒരുക്കി നിർത്തുകയാണ്. അപ്പം അതൊക്കെ കാണുമ്പോൾ രണ്ടുപേർക്കും നല്ല സങ്കടം വരുന്നുണ്ട്. എന്നാലും അലീന നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങുകയാണ്. അപ്പോഴത്തേക്ക് ബാലചന്ദ്രൻ പോകാൻ വേണ്ടി ഇറങ്ങുകയാണ്. ഇറങ്ങി വന്ന് നേരെ പുറത്തേക്ക് വരുമ്പോൾ ഉടനെ അലീന വന്ന് പറയുന്നുണ്ട്, അച്ഛാ ഞാൻ ഇറങ്ങുകയാണ്, അച്ഛൻ്റെ അനുഗ്രഹം എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവണം എന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എൻ്റെ അനുഗ്രഹം മോളുടെ കൂടെ എപ്പോഴും ഉണ്ട് എന്നും പറഞ്ഞ് ബാലചന്ദ്രൻ അനുഗ്രഹിക്കുകയാണ്. അതിനുശേഷം ബാലചന്ദ്രൻ അങ്ങ് ഇറങ്ങിപ്പോവാണ്. ഭയങ്കര സങ്കടം വരുന്നുണ്ട്. അപ്പം ഇത് കാണുമ്പോഴത്തേക്ക് എല്ലാവർക്കും നല്ല സങ്കടം വരുന്നുണ്ട്. ഭവതിയാണെങ്കിൽ ആ സമയത്തങ്ങ് മുറിയിൽ കയറി അങ്ങ് മാറി നിൽക്കുകയാണ്. അപ്പം കൃഷ്ണനടുത്ത് വന്ന് പറയുന്നുണ്ട്, മോളെ ചേച്ചി ഇറങ്ങുവാണെന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ കൃഷ്ണയ്ക്ക് ഭയങ്കര സങ്കടം വന്ന് അലീനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. അതിനുശേഷം രോഹിതിനോടും പറയുന്നുണ്ട്, രോഹി നീ നന്നായിട്ട് പഠിക്കണം, നീ മറ്റുള്ള കാര്യത്തിലോട്ടൊന്നും ശ്രദ്ധ തിരിക്കല്ലേ, പഴയതുപോലൊന്നും ആവല്ലേ എന്നൊക്കെ രോഹിയെ അടുത്ത് പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ രോഹി ഇങ്ങനെ കണ്ണ് നിറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം ബബിത എന്തിനാ തിരക്കുന്നുണ്ട്. അപ്പം കൃഷ്ണ അവിടെയൊക്കെ നോക്കിയിട്ട് പറയുകയാണ്, ചേച്ചി ഇവിടെ നിൽപ്പുണ്ടായിരുന്നല്ലോ, ഇപ്പം ഞാൻ നോക്കിയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് മുറിയിൽ ചെന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ സങ്കടത്തോടെ നിൽക്കുകയാണ് ബബിത. അപ്പം കൃഷ്ണ പറയുന്നുണ്ട്, ചേച്ചി തിരക്കുന്നുണ്ട്, വാ അലീന ചേച്ചി ഇറങ്ങാറായി, ബബിത ചേച്ചിയെ തിരക്കുന്നുണ്ടെന്ന് പറയാണ്. ഞാൻ വരുന്നില്ല, വാ ചേച്ചി, അലീന ചേച്ചി കാത്ത് നിൽക്കുക, എനിക്ക് കാണണ്ട, എനിക്ക് ആ കാഴ്ച കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല, ആരും ഇവിടുന്ന് പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര സങ്കടത്തോടെ ബബിത കരയുകയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ കൃഷ്ണയ്ക്ക് മനസ്സിലാവുന്നുണ്ട്, അലീന പോകുന്നതിൻ്റെ സങ്കടം കൊണ്ടാണ് ബബിത അങ്ങോട്ട് വരാത്തതെന്ന്. കുറേ നിർബന്ധിക്കുന്നുണ്ട്. ബബിത അവസാനം ചൂടാവുന്നുണ്ട്, ഞാൻ വരുന്നില്ല, നീ പൊക്കോ എന്നും പറയുകയാണ്. അങ്ങനെ കൃഷ്ണ തിരിച്ചങ്ങ് പോവുകയാണ്. ബബിത അവിടെ നിന്ന് ഭയങ്കരമായിട്ട് പൊട്ടിക്കരയുകയാണ്. ആണെങ്കിൽ ബബിതയെ കാത്തിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ കൃഷ്ണ വന്നിട്ട് പറയുന്നുണ്ട്, ചേച്ചി വരുന്നില്ലെന്ന്, ചേച്ചിക്ക് അലീന ചേച്ചി പോകുന്ന കാണുന്നത് ഇഷ്ടമല്ലെന്ന്, അതുകൊണ്ട് വരുന്നില്ലെന്ന്. അങ്ങനെ സങ്കടത്തോടെ ബബിതയെ ഇങ്ങനെ അങ്ങോട്ട് നോക്കുന്നുണ്ട് മുറിയിലേക്ക് അലീന. അങ്ങനെ അലീന ഇറങ്ങുകയാണ്. ഭയങ്കര സങ്കടത്തോടെ ഇറങ്ങുകയാണ്. അപ്പം ഇറങ്ങാൻ നേരം കൃഷ്ണ വന്ന് അലീനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. ചേച്ചി, അലീന അന്നേരം സങ്കടത്തോടെ പറയുന്നുണ്ട്, മോൾ എന്തിനാ കരയുന്നത്, ചേച്ചി എപ്പോഴും വിളിച്ചോളാം, മോൾ എന്തിനാ കരയുന്നത്, എന്നെയും വിളിക്കാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഭയങ്കര സങ്കടത്തോടെ ഇറങ്ങിയാണ്. ഈ സമയത്ത് ബാലചന്ദ്രൻ കാറിനകത്ത് ഇങ്ങനെ സങ്കടത്തോടെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഗ്ലാസ്സിൽ കൂടെ കാണാം കൃഷ്ണയും രോഹിത്തും അലീനയൊക്കെ വിഷമിച്ച് നിൽക്കുന്നത് കാണാം. ബാലചന്ദ്രൻ ഇങ്ങനെ സങ്കടം സഹിക്ക വയ്യാതെ ഇങ്ങനെ കാറിൽ തന്നെ ഇരുന്ന് അലീനയെ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ സങ്കടത്തോടെ അലീന വന്ന് കയറുകയാണ് കാറിലേക്ക്. അപ്പോഴും കൃഷ്ണ ഭയങ്കര കരച്ചിലാണ്. ബബിതയാണെങ്കിൽ അകത്ത് നിന്ന് ഭയങ്കരമായിട്ട് കരയുകയാണ്. അങ്ങനെ കാറിൽ കയറുകയാണ്. കാറിൽ കയറുമ്പോഴും ബാലചന്ദ്രന് നല്ല സങ്കടമുണ്ട്. അലീന നന്നായിട്ട് കരയുന്നുണ്ട്. അതിനുശേഷം കാർ സ്റ്റാർട്ടാക്കുമ്പോഴത്തേക്ക് ബബിത മുറിയിൽ നിൽക്കുന്ന ബബിത ഓടി വരികയാണ്. പോകുന്നത് നോക്കാൻ വേണ്ടി ഓടി വരികയാണ്. അപ്പോഴത്തേക്ക് കാറ് പുറത്തേക്ക് വരികയാണ്. അപ്പം അലീനയാണെങ്കിൽ കാറിനകത്തിരുന്ന് കൈ കാണിക്കുന്നുണ്ട്, കൃഷ്ണയ്ക്ക് യാത്ര പറയുന്നുണ്ട്. അങ്ങനെ തിരിച്ചും കൃഷ്ണ കൈ കാണിക്കുന്നുണ്ട്. അങ്ങനെ സങ്കടത്തോടെ രോഹിയുടെ തോളിലേക്ക് ചാഞ്ഞ് കിടന്ന് കരയുകയാണ് കൃഷ്ണ. അങ്ങനെ അലീന നെടുമ്പുരയ്ക്കൽ വീട്ടുമുറ്റത്ത് നിന്ന് ഇറങ്ങുവാണ്. അങ്ങനെ വൈജ ആഗ്രഹിച്ച പോലെ അലീന ആ വീടിൻ്റെ പടി ഇറങ്ങുകയാണ്. അപ്പോഴത്തേക്ക് ബബിത ഭയങ്കര സങ്കടത്തോടെ അങ്ങോട്ട് വരികയാണ്. ഭയങ്കര സങ്കടത്തോടെ കരഞ്ഞുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ കൃഷ്ണയും
രോഹിത്തും എല്ലാവരും ഇങ്ങനെ സങ്കടത്തോടെ നിൽക്കുകയാണ്. അങ്ങനെ അലീന ആ വീട്ടിനോട് യാത്ര പറഞ്ഞിറങ്ങിയാണ്. കാരണത്തിരുന്നിട്ടും അലീനയ്ക്ക് സഹിക്കാൻ വയ്യാതെ പൊട്ടിക്കരയുന്നുണ്ട്. ബാലചന്ദ്രൻ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. ബാലചന്ദ്രന് ഒന്നും പറയാനുള്ള ഒരു വാക്കുകൾ പോലും കിട്ടുന്നില്ല. അലീനയുടെ സങ്കടം ബാലചന്ദ്രനെ കാണാൻ വയ്യ. അതേപോലെ തൻ്റെ മകൾ തന്നെ നിന്ന് വിട്ടുപോകുന്നത് ബാലചന്ദ്രന് സഹിക്കാനും പറ്റുന്നില്ല. ഇനി സ്റ്റാൻലിയുടെ അടുത്തേക്കാണല്ലോ, സ്വന്തം അച്ഛൻ്റെ അടുത്തേക്കാണല്ലോ അലീന പോകുന്നത്. അതിൻ്റെ ഒരു സങ്കടം ബാലചന്ദ്രനുണ്ട്. തന്നെ വിട്ടു പോവുകയാണല്ലോ, തൻ്റെ മകളായിട്ട് താൻ കണ്ട് അലീന തന്നെ വിട്ടു പോകുന്ന യാഥാർത്ഥ്യം ബാലചന്ദ്രനെ സഹിക്കാൻ കഴിയുന്നതിന് അപ്പുറമായിരുന്നു. അങ്ങനെ കുറേ ദൂരം അങ്ങ് പോവുകയാണ്. ഈ സമയത്ത് നെടുമ്പുരയ്ക്കലാണെങ്കിൽ ഒരു സൈഡിൽ കൃഷ്ണയും ബബിതയും ഇരുന്ന് സങ്കടത്തോടെ ഇരുന്ന് കരയാണ്. രോഹി സമാധാനിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ വിഷമിപ്പിക്കാതെ, ചേച്ചിയാണെങ്കിൽ ദൂരമൊരുക്കൊന്നും അല്ലല്ലോ പോയത്, നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോയി കാണാം, ചേച്ചിക്ക് ഇങ്ങോട്ട് വന്ന് നമ്മളെയും കാണാം, സങ്കടപ്പെടാതെ എന്നും പറഞ്ഞ് രണ്ടുപേരെ രോഹിത്ത് സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പം രോഹിയേട്ടന് ഒരു വിഷമവും ഇല്ലേ എന്ന് കൃഷ്ണ ചോദിക്കുന്നുണ്ട്. എനിക്ക് വിഷമമുണ്ട്, നല്ല വിഷമമുണ്ട് ചേച്ചി, ഇവിടെ പോകണമെന്ന് ഞാൻ ഒരു തരത്തിലും ആഗ്രഹിച്ചില്ല. എൻ്റെ സ്വന്തം ചേച്ചിയെ പോലെ കൂടെ നിന്ന് എന്നെ പരിചരിച്ച് എനിക്ക് ആപത്ത് സമയത്ത് എൻ്റെ കൂടെ നിന്നത് അലീന ചേച്ചിയാണ്. ചേച്ചി പോകണമെന്ന് എനിക്കൊരാഗ്രഹവും ഇല്ല എന്ന് പറയാണ്. ഉടനെ ബബിത പറയാണ്, അലീന ചേച്ചി പോയി, ഇനി വീണ്ടും ഈ വീട് പഴയതുപോലെ അമ്മ വരും, പഴയതുപോലെ അച്ഛനും അമ്മയും തമ്മിൽ യുദ്ധക്കളം, നമ്മളിതിൻ്റെ ഇടയ്ക്ക് കിടന്ന് കഷ്ടപ്പെടും, അതാണ് ഇനി നടക്കാൻ പോകുന്നത്. ഇത്രയും നാൾ ഈ വീടൊരു വീടായിരുന്നു, അതെല്ലാം ഇനി പോയെന്നും പറഞ്ഞ് ഭയങ്കര സങ്കടത്തോടെ ബബിതയും കൃഷ്ണയും രോഹി ഇരിക്കുകയാണ്. ഈ സമയത്ത് അലീനയും വണ്ടിയിൽ ഇങ്ങനെ സങ്കടത്തോടെ ഇരിക്കുകയാണ്. അപ്പം അലീനയാണെങ്കിൽ സങ്കടത്തോടെ ഇരിക്കുന്ന കണ്ട് ബാലചന്ദ്രൻ ഒരു സൈഡിലേക്ക് കാർ ഒതുക്കുവാണ്. അലീന ഇങ്ങനെ ബാലചന്ദ്രനെ നോക്കുന്നുണ്ട്. അപ്പം ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, മോളെ, മോൾക്ക് ഇപ്പോഴും ചോദിക്കുകയാണ്, മോള് നെടുമ്പുരയ്ക്കിൽ നിന്ന് പോകാൻ താല്പര്യമുണ്ടോ, നമുക്ക് തിരിച്ചു പോയാലോ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ അലീന ഭയങ്കര സങ്കടത്തോടെ പറയുന്നുണ്ട്, അച്ഛാ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഞാൻ ആ വീട്ടിൽ നിന്ന് പോകുന്നത് കൊണ്ട് എല്ലാവർക്കും ഭയങ്കര സങ്കടമാണ്. അച്ഛനും അതേപോലെ ബബിതയ്ക്കും കൃഷ്ണയ്ക്കും രോഹിക്കും എല്ലാവർക്കും നല്ല സങ്കടമാണെന്നറിയാം. ഞാൻ ആ വീട്ടിലേക്ക് വന്നപ്പം എന്നെ ആർക്കും ഇഷ്ടമല്ലായിരുന്നു, ഞാൻ വെറും ഒരു വേലക്കാരിയാണ്. പക്ഷേ ഇപ്പം ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അച്ഛൻ്റെ മകളായിട്ടും ബബിതയുടെയും കൃഷ്ണ രോഹിയുടെയും ചേച്ചിയായിട്ടാണ് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അത് മതി, ഇനി ഞാൻ തിരിച്ച് ആ വീട്ടിലേക്കില്ല. ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമെന്ന് മാഡത്തിന് കൊടുത്ത വാക്ക് അത് പാലിക്കുക തന്നെ ചെയ്യും. എത്ര സങ്കടം സഹിക്കുക വന്നാലും ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുക തന്നെ ചെയ്യുമെന്ന് അലീന വീണ്ടും പറയാണ്. അതുകൊണ്ട് ഇനിയൊരു തിരിച്ചു പോക്കില്ല അച്ഛാ എന്ന് പറയാണ്. ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അത് മോടെ ഉറച്ച തീരുമാനമാണ് ആന്ന് വെച്ചാൽ അച്ഛൻ പറഞ്ഞ് ആ വീട്ടിലേക്ക്, കുളത്തൂപ്പൂരിലെ ആ വീട്ടിലേക്ക് പോകാനല്ലേ നമ്മൾ ഇറങ്ങിയത്, അങ്ങോട്ട് തന്നെ പോകാമെന്ന് അലീന പറയുന്നുണ്ട്. അപ്പം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മോളെ, എനിക്ക് മോളോടൊരു കാര്യം പറയണം. നമ്മളിപ്പം എങ്ങോട്ടാണ് പോണേന്ന് മോക്കറിയാവോ എന്ന് ചോദിക്കാൻ. അറിയാം, കുളത്തൂപ്പുഴയിലെ അച്ഛൻ കണ്ടെത്തിയ എനിക്ക് പുതിയ ജോലി സ്ഥലം, അങ്ങോട്ടാണ് പോകുന്നത്. അത് മോള് പറഞ്ഞ ശരിയാണ്, അച്ഛൻ കഷ്ടപ്പെട്ട് കണ്ടെത്തിയ സ്ഥലം തന്നെയാണ്. പക്ഷേ ആ വീടുമായിട്ട് മോക്കൊരു ബന്ധമുണ്ടെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ അലീന ഇങ്ങനെ ഞെട്ടലോടെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പം ബാലചന്ദ്രൻ കാറിൽ നിന്ന് ഇറങ്ങി അവിടെ വന്നിങ്ങനെ നിൽക്കുകയാണ്. അതെന്താ വെച്ചാൽ അച്ഛൻ അങ്ങനെ പറഞ്ഞെന്നും ചോദിച്ചുകൊണ്ട് അലീന പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അതെ, ഞാൻ ഇപ്പം നിന്നെ കൊണ്ടുപോകുന്ന ആ വീടുമായി നിനക്കൊരു ബന്ധമുണ്ട്. ആ ബന്ധം കണ്ടുപിടിക്കാനാണ് ഞാൻ 2-3 ദിവസം ഗോവർദ്ധനമായിട്ട് മാറി നിന്നത്. അതാ ഞാൻ പറഞ്ഞത്, ഈ ലോകത്ത് ഏറ്റവും സുരക്ഷിതയെന്ന് എനിക്ക് തോന്നിയ, നീ സുരക്ഷിതമായിരിക്കും എന്ന് എനിക്ക് തോന്നിയ ആ സ്ഥലത്തേക്കാണ് നിന്നെ കൊണ്ടുപോകുന്നതെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ ബാലചന്ദ്രൻ ഇതൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ അലീന ഇങ്ങനെ ഞെട്ടലോടെ നിൽക്കുകയാണ്. അച്ഛൻ എന്തൊക്കെയായി പറയുന്നത്, നിന്നെ ആ വീട്ടിൽ നിന്ന് വൈജ പറഞ്ഞു വിടണമെന്ന് പറഞ്ഞപ്പം ഞാൻ ആദ്യം നീ പോകണ്ടെന്ന് തന്നെയാണ് പറഞ്ഞത്. പിന്നെ നിൻ്റെ തീരുമാനവും അങ്ങനായി, നിനക്ക് പോകണമെന്ന് വാശി പിടിച്ച്. അപ്പം എങ്ങോട്ടെങ്കിലും എനിക്ക് നിന്നെ പറഞ്ഞു വിടാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പം ഞാൻ ചിന്തിച്ചത് നിനക്ക് ഏറ്റവും സുരക്ഷിതമായ സ്ഥലം, ഈ ലോകത്ത് ഏറ്റവും സുരക്ഷിതമായ സ്ഥലം എവിടെയായിരിക്കുമെന്ന്. അത് നിൻ്റെ അമ്മയുടെ അടുത്തായിരിക്കും. പക്ഷേ നിനക്ക് ആ ഭാഗ്യമുണ്ടായില്ല. അപ്പം നിൻ്റെ അച്ഛനെക്കുറിച്ച് അന്വേഷിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ നിൻ്റെ അച്ഛനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ച് കണ്ടെത്തി. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അലീന ഇങ്ങനെ ഞെട്ടലോടെ ബാലചന്ദ്രനെ നോക്കുന്നുണ്ട്. അതെ, ഇപ്പം നമ്മൾ പോകാൻ പോകുന്നത് നിൻ്റെ അച്ഛൻ്റെ അടുത്തേക്കാണ്, നിൻ്റെ അച്ഛൻ്റെ കൈകളിൽ ഏൽപ്പിക്കാനാണ് ഞാൻ നിന്നെ കൊണ്ടുപോകുന്നതെന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ അലീന ഇങ്ങനെ ഞെട്ടലോടെ അത്ഭുതത്തോടെ ബാലചന്ദ്രനെ നോക്കുന്നു.